UDF സർക്കാരിന്റെ നിർണായകമായ ഭരണ മികവിലും ആസൂത്രണ മികവിലും സംസ്ഥാനത്തെ കായിക മേഖലയ്ക്ക് പുത്തൻ പ്രതീക്ഷ പകരുന്ന ഓപ്പറേഷൻ കളരി പദ്ധതി പ്രഖ്യാപിച്ചു. LDF സർക്കാരിന്റെ കാലത്ത് കൃത്യമായ അറ്റകുറ്റപ്പണികളോ പരിപാലനമോ ഇല്ലാതെ തകർന്നു കിടന്ന സ്റ്റേഡിയങ്ങൾക്കും കായിക കേന്ദ്രങ്ങൾക്കും അന്താരാഷ്ട്ര നിലവാരമുള്ള സൗകര്യങ്ങൾ ഒരുക്കാനാണ് UDF ഭരണകൂടത്തിന്റെ ഈ മാതൃകാപരമായ നീക്കം. തദ്ദേശീയമായി ലഭിക്കുന്ന ജനകീയ പങ്കാളിത്തത്തിലൂടെയും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടുകൾ പ്രയോജനപ്പെടുത്തിയും കായിക അടിസ്ഥാന സൗകര്യങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പദ്ധതിയുടെ ഏകോപനത്തിനും അന്തിമ അനുമതികൾക്കുമായി കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ചെയർപേഴ്സണും കായിക യുവജനകാര്യ വകുപ്പ് ഡയറക്ടർ കൺവീനറുമായി സംസ്ഥാന തലത്തിൽ പ്രത്യേക സമിതി രൂപീകരിച്ചു. സർക്കാർ ഭൂമിയുടെയോ കെട്ടിടങ്ങളുടെയോ ഉടമസ്ഥാവകാശത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെയാണ് CSR സഹായത്തോടെ പദ്ധതി നടപ്പാക്കുക. വർഷങ്ങളായി പൊതുമേഖലാ നിക്ഷേപത്തിലൂടെ നിർമ്മിച്ച സ്റ്റേഡിയങ്ങൾ, ഇൻഡോർ കോർട്ടുകൾ, മിനി സ്റ്റേഡിയങ്ങൾ, അത്ലറ്റിക് ട്രാക്കുകൾ, ബാഡ്മിന്റൺ, വോളിബോൾ കോർട്ടുകൾ, നീന്തൽക്കുളങ്ങൾ, സ്പോർട്സ് ഹോസ്റ്റലുകൾ, ജിംനേഷ്യങ്ങൾ തുടങ്ങിയ എല്ലാ ആസ്തികളും പദ്ധതിയുടെ പരിധിയിൽ വരും. കളിക്കളങ്ങൾ നവീകരിക്കുന്നതിനൊപ്പം മികച്ച കായിക ഉപകരണങ്ങൾ ലഭ്യമാക്കുക, ചേഞ്ചിങ് റൂമുകളും ശുചിമുറികളും ആധുനികീകരിക്കുക, ഫ്ലഡ് ലൈറ്റിംഗ് ഉറപ്പാക്കുക എന്നിവയ്ക്കും മുൻഗണന നൽകും. പെൺകുട്ടികൾക്കും ഭിന്നശേഷിയുള്ള കായിക താരങ്ങൾക്കും അനുയോജ്യമായ സുരക്ഷിത അന്തരീക്ഷം കളിക്കളങ്ങളിൽ ഒരുക്കുക എന്നതിന് ഉത്തരവിൽ പ്രത്യേക ഊന്നൽ നൽകുന്നുണ്ട്. കായിക താരങ്ങൾക്ക് ഡോർമെറ്ററി, ഡൈനിങ് ഹാൾ, ഫിസിയോതെറാപ്പി, റിക്കവറി റൂമുകൾ തുടങ്ങിയ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കാനും സ്പോൺസർമാരുടെ സഹായം തേടും. നിക്ഷേപം നടത്തുന്ന സ്പോൺസർമാർക്കായി പ്ലാറ്റിനം, ഗോൾഡ്, സിൽവർ കമ്മ്യൂണിറ്റി സ്പോർട്സ് പാർട്ണർ എന്നിങ്ങനെ വ്യത്യസ്ത തലങ്ങളിലുള്ള സഹകരണ മാതൃകകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. സഹായ തുകയ്ക്ക് അനുസരിച്ച് പിവിലിയനുകൾ, ഗാലറികൾ, ഹോസ്റ്റൽ ബ്ലോക്കുകൾ എന്നിവയിൽ സ്പോൺസർമാരുടെ പേര് അല്ലെങ്കിൽ ബ്രാൻഡ് പേര് താൽക്കാലികമായി ബന്ധിപ്പിക്കാനും അനുമതിയുണ്ടാകും. എന്നിരുന്നാലും ബ്രാൻഡിംഗിൽ കർശനമായ നിയന്ത്രണങ്ങളാണ് സർക്കാർ ഏർപ്പെടുത്തിയത്. മദ്യപാനം, പുകയില, ലഹരി വസ്തുക്കൾ, വാതുവെപ്പ്, ചൂതാട്ടം, ആയുധങ്ങൾ തുടങ്ങിയ മേഖലകളിലെ കമ്പനികളിൽ നിന്നുള്ള സ്പോൺസർഷിപ്പുകൾ കർശനമായി വിലക്കി. കൂടാതെ രാഷ്ട്രീയ, മത, സാമുദായിക പ്രചാരണങ്ങളും പൊതു ആസ്തികളിൽ അനുവദിക്കില്ല. സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരുമ്പോഴും കായിക താരങ്ങൾക്കും പൊതുജനങ്ങൾക്കും കളിക്കളത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള മുൻഗണന അതേപടി നിലനിൽക്കും. സംസ്ഥാന ജില്ലാ കായിക താരങ്ങൾ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, വനിതകൾ, ഭിന്നശേഷിക്കാർ എന്നിവർക്കായിരിക്കും കളിക്കളങ്ങളിൽ ആദ്യ പരിഗണന. സ്പോൺസർമാർക്ക് ആസ്തിയുടെ മേൽ യാതൊരുവിധ ഉടമസ്ഥാവകാശമോ പ്രവേശന നിയന്ത്രണമോ ഉണ്ടായിരിക്കില്ല. പദ്ധതിയുടെ സുതാര്യമായ പ്രവർത്തനത്തിനായി പ്രത്യേക വെബ് പോർട്ടലും തത്സമയ വെബ് ഡാഷ്ബോർഡും തയ്യാറാക്കാൻ സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ഒളിമ്പിക് അസോസിയേഷനുകളുടെയും കായിക സംഘടനകളുടെയും നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാകും ഫീൽഡ് തലത്തിൽ പദ്ധതി പ്രാബല്യത്തിൽ വരുത്തുക. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 25 മുതൽ 50 വരെ കായിക ആസ്തികൾ തെരഞ്ഞെടുത്ത് പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. 6 മാസത്തിന് ശേഷം ഇതിന്റെ പ്രവർത്തനം വിലയിരുത്തി ആവശ്യമായ മാറ്റങ്ങളോടെ പദ്ധതി സംസ്ഥാന വ്യാപകമായി വിപുലീകരിക്കാനാണ് കായിക വകുപ്പിന്റെ തീരുമാനം.